നമ്മുടെ ക്ലാസ്സുകൾ മറ്റ് കഴിഞ്ഞ ക്ലാസ്സുകളിലെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളെ കൂടെ ഇത്തവണ നമ്മൾ ചെറിയൊരു ഇന്നത്തെ മുതലുള്ള ക്ലാസ്സുകളിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് ക്ലാസിന്റെ രൂപഘടനയ്ക്ക്. വെച്ച് കഴിഞ്ഞാല് ഒരു കുറഞ്ഞ ഭാഗം കണക്കും മറ്റ് ഭാഗം ഒരു ജനറൽ വിഷയവും ബാക്കി മൂന്നാമത്തെ ഭാഗം ചോദ്യോത്തരവും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പോകുമ്പോൾ ആ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു മുഷിപ്പ്, എന്താ പറയാ, നമ്മുടെ ഒരു കുറച്ചു നേരം എന്തെങ്കിലും ക്ലാസ്സൊക്കെ കേൾക്കും, പിന്നെ നമ്മളൊരു പാട്ടൊക്കെ കേട്ടാൽ ചോദ്യം പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ കുറച്ച് കണക്കും കുറച്ച് ജനറൽ വിഷയങ്ങളും പിന്നെ നമുക്ക് അതിന്റെ ചോദ്യോത്തര രൂപത്തിൽ ആണ് നമ്മൾ ഇനി ഉള്ള മുതലുള്ള ക്ലാസ്സുകൾ രൂപപ്പെടുത്തുന്നത്. കാരണം അങ്ങനെ കണക്ക് എന്തായാലും എഞ്ചിനീയറിംഗ് സിസ്റ്റം വന്നാൽ അതിന് കണക്ക് ഇല്ലാതെ കഴിയില്ല. അപ്പൊ അത് കുറച്ചൊരു ഭാഗം മനസ്സിലാക്കുമ്പോൾ അതിലൊരു വേറെ ഏറെ ഗുണം ഉണ്ട് എന്ന് തോന്നുന്നതാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. കാരണം ഞങ്ങളൊക്കെ പഠിച്ചപ്പോ വലിയ ലക്ഷങ്ങൾ മുടക്കി പഠിച്ചതാട്ടോ. അതൊക്കെയാണ് നിങ്ങളൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത്. അങ്ങനെ വെറുതെ കിട്ടുന്നതാണെന്ന് വിചാരിക്കൊന്നും വേണ്ട. അപ്പൊ നിങ്ങളൊക്കെ ഇതിന് എന്താ ദുആ ചെയ്താൽ മാത്രം മതി. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുന്ന രീതിയിലാക്കി മാറ്റട്ടെ. അപ്പോൾ ഏതായാലും അതിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ, വേറൊരു പ്രതീക്ഷയിലുമല്ല നമ്മൾ ഇതൊന്നും ചെയ്യണതും. ഏതായാലും ഇന്നത്തെ കണക്കില് നമ്മൾ ഒരു തുടക്കം തന്നെ ചില ആളുകൾക്കൊക്കെ, വളരെയധികം ആളുകൾക്ക് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിന് ശേഷം ഒരുപടി ആളുകൾ എന്നെ വിളിച്ച് പല തരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ച ഒരു സംശയം ആണ് ഈ ആളുകൾക്ക് ഏതെങ്കിലും ഒരു കുറഞ്ഞ സ്ഥലം കോൺക്രീറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അത്ര സ്ഥലത്തേക്ക് എത്ര സിമെന്റ്, എത്ര മിറ്റില്, എത്ര മണല് ഒക്കെ വേണം, അതിനെങ്ങനെ കണ്ടുപിടിക്കുക? അതിനിപ്പോ ഞാൻ ഒരാൾ ചോദിച്ചാല്, ഒരു കോൺട്രാക്ടറോട് ചോദിച്ചാൽ ഒരളവ്, വേറെ ആൾ ചോദിച്ചാൽ വേറെ അളവ്, മൂന്നാമത് വേറെ ആൾ ചോദിച്ചാൽ മൂന്നാമത് വേറെ അളവ് എനിക്ക് തന്നത്. അപ്പൊ സത്യത്തിൽ ഇതിന്റെ സത്യം എന്താണ് എന്നാണ് എന്റെ ചോദ്യം. എന്നോട് ചോദിച്ച ചോദ്യം അതാണ്. അപ്പോഴാണ് ഞാൻ ഇത് അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലൊരു ക്ലാസ്സും കൂടെ നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറെ ഒരാളുകൾ എങ്കിലും അതിനെക്കുറിച്ചൊരു ബോധവാന്മാരാകുകയും അത് കുറച്ചൊക്കെ മനസ്സിലാക്കി വെക്കും എന്നുള്ള ആ നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇന്ന് നമ്മൾ ഈ രൂപത്തിലേക്ക് ക്ലാസ്സിനെ മാറ്റാനുണ്ടായ സാഹചര്യ കാരണം. ഏതായാലും അപ്പോ ഒരു ഏരിയ, എത്ര ഏരിയോ നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു തന്നു. ഇത്ര ഏരിയ, ഇത്ര ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ ഇത്ര ക്യൂബിക് ഫീറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ്, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം വീതി കനം. അപ്പൊ ഇത് ആ സംഭവം നീളം ഇൻറ്റു വീതി ഇൻറ്റു കനം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഗുണിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടാകും. അങ്ങനെ കിട്ടാൽ നമുക്ക് ഗുണിച്ച് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടാവും. ആ ആൻസറിനെ ഞാൻ പറയുന്ന രീതിയിലുള്ള ഒരു ഫോർമുലയിലേക്ക് മാറ്റി നമ്മൾ എഴുതിയാൽ, അല്ലെങ്കിൽ നമ്മൾ ആ രൂപത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ കറക്റ്റായ ആൻസർ നമുക്ക് കിട്ടും. ഇതിൽ 1-2-3 കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. സാധാരണ ഒരു ബാഗ് സിമെന്റ് 50 കിലോ ഉണ്ടാകുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അറിയാം. അതേപോലെ ഒരു ബാഗ് സിമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അളവ് 28.8 എന്താണ്, 28.8 പാർട്ട് ആണ് ഒരു എം ക്യൂബിന്റെ 28.8 പാർട്ടാണ് ഒരു ബാഗ് സിമെന്റ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ പാർട്ട് അങ്ങനെയാണ് കാണിക്കുക. അതേപോലെ ഒരു കോൺക്രീറ്റ്, നമ്മളൊരു എം ക്യൂബ് കോൺക്രീറ്റ് നമുക്ക് അനിവാര്യമാണെങ്കിൽ അത് 1.54 എം ക്യൂബ് വെറ്റ് ഫീറ്റ് ഉണ്ടെങ്കിൽ, വെറ്റ് കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു എം ക്യൂബ് ഡ്രൈ കോൺക്രീറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒരു സാമാന്യ ഒരു നിയമമാണ്. അതായത് നമ്മൾ ആ കോൺക്രീറ്റ് വെള്ളമൊക്കെ ചേർത്തുണ്ടാക്കുന്ന പുറത്ത് കിടക്കുന്ന ആ സാധനം കോമ്പാക്ട് ചെയ്യാതെ ഉള്ള ആ കോൺക്രീറ്റ് അത് 1.54 എം ക്യൂബ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു എം ക്യൂബ് ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ സ്ലാബിന്റെ മുകളിലൊക്കെ ഉറച്ചു കിടക്കുന്ന കോൺക്രീറ്റ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ഇതിന്റെ ഒരു സിമ്പിളായ ഒരു രൂപം. അപ്പോ ഈ ഇത്രയും കോൺക്രീറ്റ് ഉണ്ടാക്കാൻ നമ്മൾ എന്താകണം, ഒരു ബാഗ് സിമെന്റ് വേണം. അതേപോലെ 0.44 ക്യൂബിക് മീറ്റർ എന്ത് വേണം,
സാൻഡ് വേണം. 0.88 ക്യൂബിക് മീറ്റർ മിറ്റിൽ വേണം. ഇതാണ് ഇതിന്റെ ഒരു സിമ്പിൾ ആയ രൂപം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒരു മാറ്റി പറയുകയാണെങ്കിൽ, ഒരു m³ കോൺക്രീറ്റിന് 6.36 ബാഗ് സിമെന്റ് വേണം. അങ്ങനെ 6.36 ബാഗ് സിമെന്റ് വേണം. 0.44 ക്യൂബിക് മീറ്റർ മണൽ വേണം. പിന്നെ 0.88 ക്യൂബിക് മീറ്റർ എന്ത് വേണം? മിറ്റിൽ വേണം. വേറെ രൂപത്തിൽ പറഞ്ഞാല്, അതായത് അര ഭാഗം മണലും 80-88-90% മിറ്റിലും. അപ്പൊ ഒരു കുബീക്കിനകത്തേക്ക് ഈ മിറ്റിന്റെയും അളവാണ് ഡയറക്റ്റ് ആയിട്ട് കാണിക്കുക. ബാക്കി വരുന്ന 0.12% മാത്രം എന്താവുള്ളൂ, ഈ മണലിന്റെ അംശം കൂടിയിട്ട് കാണുള്ളൂ. യഥാർത്ഥത്തിൽ എത്രയേ ഉള്ളൂ? ഒരു കുബീക്കിന് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ കണക്കിൽ വരുമ്പോ ഈ സാധനം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ അവിടെ കണക്ക് കാണുമ്പോൾ എന്താകാൻ പാടില്ല, പേടിക്കാൻ പാടില്ല. കാരണം കണക്ക് കൂടുമ്പോൾ കുറെ കൂടുതൽ വരും. അത് കൂടുതൽ വരുന്നതിന് കാരണം 1.54 m³ വെറ്റ് കോൺക്രീറ്റ് ഉണ്ടാക്കാനുള്ള അളവാണ് ഈ കണക്ക് കൂടുമ്പോൾ കിട്ടുക. പക്ഷെ മറിച്ച് നമ്മൾ സെറ്റായി വരുമ്പോൾ അത് ഡ്രൈ കോൺക്രീറ്റ് ഈ 1³ തന്നെ ഉണ്ടാവുകയുള്ളൂ. അതെന്താണ്? അത് ഞാനൊരു സിംപിളീകരിച്ച് പറഞ്ഞതാണ്. ഇതിൽ എന്തായാലും നിങ്ങളുടെ ഫോർമുല ഒഴിവാക്കി മറ്റു വിഷയങ്ങളൊക്കെ ഒഴിവാക്കി അതിനൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് എന്താക്കാണ്, നിങ്ങൾക്കൊരു മനസ്സിലാകുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിയതാണ്. പറഞ്ഞ രൂപം വാക്ക് മനസ്സിലായോ? അതായത് ഏകദേശം ഒരു 100 സ്ക്വയർ ഫീറ്റ് 4 ഇഞ്ച് കനത്തിൽ 100 സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് ചെയ്യാൻ ഉള്ള സാധനത്തിന്റെ അളവാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഈ അളവ് കൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം, ഇനി 50 ഉണ്ടാക്കാൻ എത്ര ഉണ്ടാക്കാം, ഇനി 200 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ എത്ര ഉണ്ടാക്കാം, ഇനി അതല്ല 300 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ എത്ര നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള രൂപത്തിലേക്ക് ഈ ഇത്രയും വിഷയങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ ഓർക്കാനായി. 6.36 അതായത് 6 ചാക്ക് സിമെന്റ്, ഒരു 0.5 ഫൂട്ട് മിറ്റില്, 0.88 ഫൂട്ട് മണല്, 0.88 ഫൂട്ട് മിറ്റില്, ഇത്രേ വേണ്ടു. അപ്പൊ ആ ഒരു വിഷയം നമുക്ക് കുറച്ച് പഠിച്ചാല് കറക്റ്റായി എന്തായി ഈ സംഭവത്തില് നമ്മുടെ ഒരു ഇതിന്റെ ധാരണ മനസ്സിലായി. അത് 1:2:4 എന്നുള്ള അനുപാതത്തിൽ നമ്മൾ കൂട്ടുകയാണെങ്കിലാണ്. ഇനി അതല്ല, നമ്മൾ 1:2:4 എന്ന് മാറ്റി അതിന് പകരം 1:4:8 എന്ന് കണക്കാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് സംഭവിക്കും? അവിടെ മിറ്റിലിന്റെ അളവ് വ്യത്യാസം വരും, മണലിന്റെ അളവ് വ്യത്യാസം വരും, ഡബിൾ ആവും. ആ സ്ഥാനത്ത് സിമെന്റിന്റെ അളവ് എന്ത് ചെയ്യും? കുറയും. അത്രേ ഉള്ളൂ. അപ്പൊ അതൊരു സിമ്പിൾ ഫോർമുല രീതിയാണ്. ആ രീതിയിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനിയിപ്പോ നിലം കോൺക്രീറ്റ് ചെയ്യാം. ആളുകൾക്ക് നിലം കോൺക്രീറ്റ് ചെയ്യുന്ന പണിയാണ്. അപ്പൊ ആ നിലം കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര സിമെന്റ് വരും? സിമ്പിൾ കണക്കായി. ഇനി അതല്ല, വേറെ എന്തെങ്കിലും നമുക്ക് കോൺക്രീറ്റ് ചെയ്യണം, കുറച്ച് സ്ട്രോങ്ങിലുള്ള കോൺക്രീറ്റ് ആണ്, അപ്പൊ അതിന് PCC ആയിട്ട് ചെയ്യണത്, അതിനും നമുക്ക് എന്താക്കാം, ഈ ഒരു ബേസ് വെച്ചിട്ട് ജസ്റ്റ് മനസ്സിൽ കണക്ക് കൂട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതെന്ത് ചെയ്യണ്ട, ആരെയും കോൺട്രാക്ടർമാരെ കയ്യും കാലം പിടിച്ചിട്ട് സമയം കളയേണ്ട കാര്യം ഇല്ല. അപ്പൊ എന്നുവെച്ചാല് ഇത്തരത്തിലൊക്കെ ആളുകള് കണക്ക് കൂട്ടി പഠിച്ചിട്ടൊന്നും ആയിരിക്കുകയില്ല നിങ്ങളോട് സംസാരിക്കണത്. അതൊക്കെ ഒരു കാലങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒറ്റ കണക്ക് ഒറ്റ പറച്ചിലാണ്. അപ്പൊ ആ പറച്ചിലാണ് എന്താകുന്നത്, 3 കോൺട്രാക്ടർമാര് പറയുമ്പോ 4 അളവിലായി വരുന്നതിന് കാരണം. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ ആയിക്കോട്ടെ ഓക്കെ ഇൻഷാ അല്ലാ. അത് ഇവിടെ പറഞ്ഞതാട്ടോ. അത് നിങ്ങൾ വേദാറാണ്ട. അത് ഇവിടെ നമ്മുടെ ദുനിയാവിന്റെ കാര്യം പറഞ്ഞതാണ്. മൈക്ക് വിട്ടിട്ട് പിന്നെ എടുക്കാനുള്ളൊരു സമയവും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഓർക്കുന്നു. ദയവായി എന്നോട് ക്ഷമിക്കുമല്ലോ. അപ്പൊ ഏതായാലും അപ്പൊ നമ്മള് ഈ ഒരു വിഷയത്തില് അപ്പൊ ഏകദേശം ആ വിഷയങ്ങൾ മാറിയിരിക്കുന്നു. പിന്നെ അതുപോലെ ഒരു യൂണിറ്റ് ആണെങ്കിൽ, ഒരു യൂണിറ്റ് കോൺക്രീറ്റിന് 19 ചാക്ക് സിമെന്റ്, 1.32 ക്യൂബിക് മീറ്റർ, അതായത് 47 ഫൂട്ട് മിറ്റില്, അതേപോലെ 94 ഫൂട്ട്
സോറി 47 ഫൂട്ട് മണല്, 94 ഫൂട്ട് മിറ്റില്. പക്ഷെ നമ്മൾ മണലിന്റെ കണക്ക് നമ്മൾ പറയുമ്പോൾ ഈ മണല് അരിച്ച് വെന്ന മണലാണ്. അല്ലാതെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലോറിന്റെ അളവ് നോക്കിയിട്ടല്ല മണലിന്റെ ഫൂട്ട് അളവ് എടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കള് ഈ മണലിന്റെ കണക്കിനെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായിട്ട് ഈ ഒരു വിഷയം നന്നായി ഓർത്തിരിക്കണമെന്ന് ഓർത്തുന്നു. കാരണം ഈ അരിച്ച് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ആക്കി വൃത്തിയാക്കിയ മണലാണ് ഞാൻ ഈ പറയുന്ന അളവുകളൊക്കെ. അല്ലാതെ ലോറി കണക്കിന് വാങ്ങുന്ന ആ ലോറിയിലെ അളവല്ല എന്ന് ഓർത്തുന്നു. അപ്പൊ ഇത്തരം ഒരു കണക്ക് സിമ്പിളായ ഒരു ഭാഗം പഠിച്ചു വെച്ചാല് ഈ ഇത്രയും ആ ഒരു സംശയത്തിന് ഒരു 100 ആളെ പരീക്ഷിക്കുന്ന ഒരു സംഭവം ആളുകൾക്കൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത്തരം വിഷയത്തിന്റെ സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദ്യത്തിന്റെ സമയത്ത് ഉണർത്തുകയാണെങ്കിൽ നമുക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയിൽ ബാക്കിയും കൂടെ ഭാഗങ്ങൾ ഞാൻ പറയാത്ത ഏതെങ്കിലും ഒരു ഭാഗം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഈ തരത്തിൽ ചർച്ച ആവാം എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിന്റെ കണ്ടുപിടിക്കുന്ന രൂപം ഏത് രീതിയിലാണ് ഇത് കിട്ടുക എന്നുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന് പകരം ഞാൻ ഈ രൂപത്തിലാണ് പറഞ്ഞത്. ഇനിയിപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് മനസ്സിലാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുവരാം. അപ്പൊ ഈ ചിലവ് കുറഞ്ഞ വീട് എന്നുള്ള ടോപ്പിക്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയണത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം. ഈ ചെലവ് കുറഞ്ഞ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ഇത്തരം എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഒരു ആദ്യമേ ഒരു ധാരണ വേണം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതെങ്ങനെ ചെലവ് കുറക്കാം എന്നുള്ള സംഭവം അറിയാൻ കഴിയില്ല. കാരണം ഇപ്പോ പല ആളുകളും ചെലവ് കുറക്കാം എന്നുള്ള ആ ഒരു ധാരണയില് പലതരത്തിലുള്ള അബദ്ധത്തിലും പോയി ചാടും. ഈ അബദ്ധങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെയോ ഇത്തരം കാൽക്കുലേഷൻ നമ്മൾ ആലോചിക്കാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അത് ഓൻ പറഞ്ഞ നല്ല ചെലവ് കുറവാണ് എന്നുള്ള ആ ഒരു ഓൻ പറഞ്ഞ സനത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉദ്ദേശിച്ച രൂപത്തിനേക്കാൾ 3 ഇരട്ടിയും 4 ഇരട്ടിയും ചെലവിലേക്ക് മാറുകയും അത് ചിലപ്പോ ഈ പാവപ്പെട്ടവന് പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയും വരും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഈ ഇത്തരം കുറെ കുറച്ച് കണക്കുകൾ മറ്റു വിഷയങ്ങളൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിന്റെ കൂടെ പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ അവബോധം ഉണ്ടാവും, അത് മനസ്സിലാക്കാൻ പറ്റും, ജീവിതത്തിന്റെ നല്ലൊരു ഭാഗത്ത് നമുക്കിത് കൊണ്ടുവരുവാനും കഴിയും എന്ന് ആണ് എന്റെ പ്രത്യാശ. ഏതായാലും എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും അത്തരം ഒരു ശ്രദ്ധ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏതായാലും ഇന്നത്തെ ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ലീക്കില്ലാത്ത കോൺക്രീറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇന്നത്തെ ഭാഗത്ത് നമ്മൾ രണ്ടാമത്തെ ഭാഗം ചർച്ച ചെയ്യുന്നത് എങ്ങനെ ക്രാക്കില്ലാത്ത ചുമരുണ്ടാക്കാം എന്നുള്ളതാണ്. ഈ ക്രാക്കില്ലാത്ത ചുമര് ഉണ്ടാക്കുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു ജോലിയാണ് മേസൺറി വർക്ക്. അതിന് സ്വാഭാവികമായിട്ടും മേസൺറി വർക്കിന് ആ ഒരു പേജ് വെച്ചാണ് ഉപയോഗിക്കുക. അതായത് അതിനകത്ത് വരും പടവ്, അത് വെട്ടുകല്ലാണെങ്കിലും കരിങ്കല്ലാണെങ്കിലും ഇനി ഇഷ്ടികയാണെങ്കിലും ഇനി മറ്റെന്തെങ്കിലും ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഇഷ്കിന്റെ ഒരു വന്നിട്ടുണ്ട്. നമ്മൾ മദീനയാണെന്നൊക്കെ സംശയം. ഏതായാലും ഇൻഷാല്ല റൈസാൻഡി നിൽക്കുന്നുണ്ട്. ഏതായാലും ചോദ്യത്തെ സമയമാകുമ്പോൾ നമുക്ക് ഇൻഷാല്ല അദ്ദേഹത്തിന്റെ മൈക്ക് കൈമാറാം. ഏതായാലും ഈ വാളിന്റെ ക്രാക്കില്ലാതെ നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് മേസൺറി, ഞാൻ നേരത്തെ പറഞ്ഞ മേസൺറി എന്നുള്ള വാക്ക്, ഈ മേസൺറി അത് ഇഷ്ടികയാവാം, നേരത്തെ പറഞ്ഞ കല്ലാവാം, അതേപോലെ ഏത് തരത്തിലുള്ള മേസൺറി വർക്കുകളാണെങ്കിലും ഈ മേസൺറി വർക്കുകൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വരികയും ഈ ശ്രദ്ധ ചെലുത്താതെ ജോലിക്കാരനാവുകയും ചെയ്യുമ്പോൾ ആണെന്താവുന്നത്, നമ്മുടെ ഈ ചുമരുകളിൽ അധിക സ്ഥലങ്ങളിലും വിള്ളലുകൾ ഉണ്ടാവും, ചിലപ്പോൾ ബലക്ഷയം തന്നെ ഉണ്ടാവാം, അതുപോലെ ബിൽഡിംഗ് ഇടിഞ്ഞു പോകാം. നമ്മുടെ മഴക്കാലങ്ങളൊക്കെ ആയാലും കേൾക്കാറില്ല, നല്ല മഴ പെയ്യുന്ന ഒരു കാലഘട്ടം വന്നാൽ അപ്പം കേൾക്കാം അവിടെ ഇന്ന സ്ഥലത്ത് ഇന്ന ബിൽഡിംഗ് ഇടിഞ്ഞു വീണു, വേറെ സ്ഥലത്ത് വേറൊരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണു, മറ്റു സ്ഥലത്ത് വേറെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണു, അങ്ങനെ വീട് ഇടിഞ്ഞു വീണു, പോർച്ച് ഇടിഞ്ഞു പോയി. അപ്പൊ അത്തരത്തിലൊക്കെ നമ്മൾ എന്താകാം, പലതരത്തിലും അങ്ങനെ കേൾക്കാൻ സാധ്യതയുണ്ട്, കേൾക്കാറുണ്ട്, കേൾക്കുന്നുമുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ തടയിടാം എന്ന നിലക്കാണ് ഈ ഒരു സംഭവം അതിന്റെ വ്യക്തമായ ധാരണ ഉണ്ടാക്കുക എന്നത്. ഇതിലൊക്കെ ഒരു പ്രധാന ഘടകം ബ്രിക്കിനാണെങ്കിലും
ബോണ്ട് വേണം എന്നുള്ളതാണ്. ബോണ്ട് എന്നാണ് പറയാ, ഇംഗ്ലീഷിലെ ടേമാണ് ബോണ്ട്. അപ്പൊ ഈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പോലെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കെട്ടിവെക്കല്ല, മറിച്ച് ഇതിന്റെ ചുമര് പഠിക്കുന്ന സമയത്ത് വെർട്ടിക്കൽ ജോയിന്റ് ഇല്ലാതെ പഠിക്കണം എന്നുള്ളതാണ്. ഇനി വെർട്ടിക്കൽ ജോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തനെ നോക്കുമ്പോൾ കാണുന്ന ജോയിന്റുകൾ നേരെ വരാൻ പാടില്ല. രണ്ട് വെട്ടുകല്ലുകൾ നമ്മൾ അടുപ്പിച്ച് വെക്കുമ്പോൾ ആ രണ്ട് വെട്ടുകല്ലിന്റെ മുകളിൽ മൂന്നാമത്തെ കല്ല് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താകണം, അത് നേരെ വരാൻ പാടില്ല, അത് മാറി വരണം. അപ്പൊ ഇങ്ങനെ മാറി കറക്റ്റായിട്ട് ഒരു മിനിമം ഒരു 3 ഇഞ്ചെങ്കിലും വേണം ശരിക്കും, ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ അങ്ങനെ വെർട്ടിക്കൽ ജോയിന്റ് കറക്റ്റ് അല്ലാതെ, അതായത് നേരെ അല്ലാതെ വരുന്ന ആ ഒരു സംഭവമാണ് ഏറ്റവും നല്ല ബോണ്ട് എന്ന് പറയാം. ഒരിക്കലും വെർട്ടിക്കൽ ജോയിന്റ് നേരെ വരാൻ പാടില്ല. വെർട്ടിക്കൽ ജോയിന്റ് നേരെ വരുമ്പോൾ അതിന്റെ മുകളിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താവും, അവിടെ പെട്ടെന്ന് വിള്ളൽ ഉണ്ടാവാനും ഇതിന്റെ സ്ട്രെങ്ത്തിനെ കുറയാനും ഉള്ള ഒരു പ്രധാന കാരണമാണ് വെർട്ടിക്കൽ ജോയിന്റ് നേരെ അല്ലാതെ വരിക എന്നുള്ളത്. അപ്പൊ അത് ബ്രിക്ക് ആണെങ്കിലും ലാട്രൈറ്റ് ആണെങ്കിലും, ലാട്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെട്ടുകല്ല് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് നെയിമാണ് ലാട്രൈറ്റ്. അപ്പോ ഇനി കരിങ്കല്ലാണെങ്കിലും വെട്ടുകല്ലാണെങ്കിലും ഇഷ്ടികയാണെങ്കിലും ഈ ഇത്തരം സാധനങ്ങൾ ഒക്കെ എന്താണ്, വെർട്ടിക്കൽ ജോയിന്റ് ഇല്ലാതെ കെട്ടുക. 2, നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുന്ന സമയത്ത് അതിന് ആവശ്യമായ സ്ട്രെങ്ത് ഇല്ലാതിരിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഉണർത്തിയതുപോലെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള മണ്ണ് ആണ് ചരൽ മണ്ണ്, അല്ലെങ്കിൽ പിന്നെ പാറയാണ്, വെട്ടുപാറ അല്ലെങ്കിൽ കരിമ്പാറ, അങ്ങനെയൊക്കെയുള്ള പാറകളാണ്. അതല്ലാത്ത മണ്ണിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള മണ്ണാണ് ചരൽ മണ്ണ്. അതിനുശേഷമാണ് മറ്റുള്ളതൊക്കെ. അപ്പോ ഇത്തരത്തില് സ്ട്രെങ്ത് ഉള്ള മണ്ണ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുക. അപ്പോ ഈ സ്ട്രെങ്ത് ഇല്ലാത്ത മണ്ണിന്റെ അവസ്ഥയിലേക്ക് അമിതമായി ലോഡ് അപ്ലൈ ചെയ്യുക. ഇപ്പൊ ഒക്കെ ഉണ്ടാക്കുന്ന വീടിന്റെ പല രൂപത്തിലുള്ള വലിയ വലിയ വീടുകളൊക്കെ ചിലപ്പോ ഒക്കെ എന്താകും, സ്വന്തം പ്ലാനിങ്ങിലും രീതിയിലും രൂപത്തിലും ഒക്കെ എന്താക്കാം ചില ആളുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അത്തരം നിർമ്മാണ രീതിയിലാണ് ഇത്തരമൊക്കെ ഈ സ്വന്തം ഡിസൈനിങ്ങും സ്വന്തം കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത്തരം ബിൽഡിങ്ങിന്റെ ഒക്കെ ഓരോ ഭാഗങ്ങൾ ഇരുന്ന് പോയി എന്നുള്ള സംഭവം വരല്. അത് ഡിസൈൻ ചെയ്യാൻ കോൺട്രാക്ടറെ ഏൽപ്പിക്കും, കോൺട്രാക്ടർ ഡിസൈനും വീട്ടുകാരന്റെ മോഡലും കോൺട്രാക്ടർ ഡിസൈനും. അപ്പൊ അങ്ങനെ ഈ വീട്ടുകാരന്റെ മോഡലും കോൺട്രാക്ടർ ഡിസൈനും വരുമ്പോഴാണ് ഇത്തരം സ്ട്രെങ്ത്തിനെ കുറിച്ചോ ഇതിന്റെ അടിയിലുള്ള മണ്ണിന്റെ ഉറപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഘടനയെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ഇനി വരാനുള്ള, ഇനി ഭാവിയിൽ എത്ര വരാനുള്ള ലോഡുകളെ കുറിച്ചോ ഒന്നും ധാരണ ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടാവും, അതിന് രൂപം ഉണ്ടാവും, അതിനടിയിൽ ഫൗണ്ടേഷനും ഉണ്ടാവും. അപ്പൊ ഇതിന് പകരം മറിച്ച് ഇത്തരത്തിൽ ഒക്കെ ഉണ്ടാക്കുന്ന നല്ല നല്ല നിർമ്മിതികള്, ലോഡ് വരുന്ന നിർമ്മിതികള്, കുഞ്ഞു വീട് ഒഴിച്ചല്ലാത്തൊക്കെ, അതായത് 1000 സ്ക്വയർ ഫീറ്റ് താഴെ വരുന്ന അല്ലാത്ത വീടുകളൊക്കെ ഇത്തരത്തിലൊക്കെ അഡീഷണൽ ലോഡുകളും മോഡലുകളൊക്കെ വരുന്നതനുസരിച്ച് ലോഡ് ഒരുപാട് വ്യത്യാസം വരും. പല സ്ഥലങ്ങളിലും പല ലോഡാണ് വരിക. സ്ലോ പ്രൂഫ് ആണെങ്കിൽ ആ സ്ലോ പ്രൂഫിന്റെ ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത് പുറത്തെ വാളിലാണ്. ആ സ്ഥാനത്ത് ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത് സെൻട്രൽ വാളിലാണ്. ഞാൻ പറഞ്ഞ രൂപം മനസ്സിലായോ? രൂപത്തെ വ്യത്യാസം മനസ്സിലായോ? സ്ലോ പ്രൂഫ് ആണെങ്കിൽ സ്ലോ പ്രൂഫിന്റെ ലോഡ് വരുന്നത് ഏറ്റവും പുറത്തെ ചുമരിലാണ്. ആ സ്ഥാനത്ത് നേരെ നമ്മൾ വാർക്കുന്ന ആണ് ഫ്ലാറ്റ് റൂഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. നേരെ നമ്മൾ വാർക്കണ അത്തരം ഒരു റൂഫാണെങ്കിൽ അതിന്റെ ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത് സെൻട്രലാണ്. അപ്പൊ ഇത് കണക്കൂട്ടാതെയാണ് നമ്മൾ എന്താക്കുന്നത്, ബിൽഡിംഗ് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കി വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോവുക, പൊട്ടിപ്പൊടിഞ്ഞു പോവുക, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ലോഡ് കാൽക്കുലേഷൻ ചെയ്യാതെ ഉണ്ടാവുന്ന ഫൗണ്ടേഷൻ നിർമ്മാണം ഒന്ന്. അതേപോലെ രണ്ടാമത്തെ പോയിന്റാണ് നേരത്തെ പറഞ്ഞ് മണ്ണിന്റെ ഉറപ്പ് നോക്കാതെ, സ്ട്രെങ്ത് നോക്കാതെ അതിന്റെ സ്ട്രക്ചർ ഘടന ഉണ്ടാക്കുക. മൂന്നാമത്തത് ചില നിർമ്മാണ രീതി ഒക്കെ ഉണ്ടാവുക, വലിയ മലയൊക്കെ ഇടിച്ച് ലെവൽ ചെയ്തിട്ട് ആയിരിക്കും ഉണ്ടാവുക. ഈ വലിയ മലയൊക്കെ ഇടിച്ച് ലെവൽ ചെയ്ത് കഴിയുമ്പോൾ അതിന് ആഴത്തിലുള്ള ഫൗണ്ടേഷൻ ആവശ്യമായി വരും. അപ്പൊ ഈ ആഴത്തിലുള്ള ഫൗണ്ടേഷനിലേക്ക് ചിലപ്പോൾ എന്താക്കൂല, അവിടെ കീറി എത്താൻ കഴിയില്ല. അങ്ങനെ കീറി എത്താൻ കഴിയാത്ത സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ എത്തിയ ഭാഗത്ത് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് അതിന് പറ്റുന്ന രൂപം ഇട്ടിട്ട് ആണ് ഇതുണ്ടാക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയം അതിനെ ഒഴിവാക്കി വേറെ രൂപത്തിലേക്ക് ആ സംഭവങ്ങളെ കൊണ്ടുവരിക. അപ്പോ ഒന്നുകിൽ അടിയിൽ നിന്ന് നേരത്തെ ഡിസൈൻ ഇട്ടിട്ട് അതിനടിയിൽ വേണ്ട ഫൗണ്ടേഷൻ എടുത്ത് ലോഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരാതെ മണ്ണ് ഫില്ല് ചെയ്തതിനു ശേഷമാണ് ഈ ഫൗണ്ടേഷൻ കെട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താവും, എന്റെ ചുവട്ടുന്ന മണ്ണ് എങ്ങനെയെങ്കിലും രീതിയിൽ ഒലിച്ചു പോകും.
അപ്പോൾ ഇങ്ങനെ ഇത്തരത്തില് മണ്ണ് ഒലിച്ചു പോകുന്നതിനെ പ്രിവെന്റ് ചെയ്യാതെ വരുമ്പോൾ ആ ഫൗണ്ടേഷന്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും. പിന്നീട് ഈ മണ്ണ് അടിയിലേക്ക് ഇരിക്കുകയാണ് ചെയ്യുക. അതായത് അടുത്ത മഴ പെയ്യുമ്പോൾ മണ്ണ് അടിയിലേക്ക് ഇരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ മണ്ണ് അടിയിലേക്ക് ഇരുന്ന് കഴിയുമ്പോൾ സംഭവിക്കും, സ്വാഭാവികമായിട്ടും ഈ ഫൗണ്ടേഷനും അതിന്റെ ചുമരും അതിന്റെ മുകളിൽ വന്ന സാധനങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ ശ്രദ്ധയില്ലാതെ ഇത്തരത്തിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാം. നാലാമത്തത് അപ്പോ എൻ അബ്ദുറഹ്മാൻ കുഞ്ഞിമംഗലം അവര് അല്പം മുമ്പ് വഫാത്തായി എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ജാരകണ്ടി അറിയിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ റേഡിയോ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാനത് നടത്തിയത് എന്ന് അറിയിക്കുന്നു. അപ്പോ ഏതായാലും നമ്മുടെ SGB സ്ഥിരം പ്രേക്ഷകനായ അബ്ദുൽ ഗഫാർ CBയുടെ വന്യപിതാവ് എൻ അബ്ദുറഹ്മാൻ കുഞ്ഞിമംഗലം അല്പം മുമ്പ് വഫാത്തായി. ആ പരേതിനു വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനും പരലോക ഗുണത്തിനു വേണ്ടി ദുആ ചെയ്യാനും സ്നേഹപൂർവ്വം ഉണർത്തുന്നു. ഇത് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ചില ആളുകളുണ്ടാവും ഇത് ടെസ്റ്റ് ഒന്നും നോക്കാതെ ഇങ്ങനെ ചെവി ഇത് വെച്ച് കേൾക്കുന്ന ആളുകളും. അപ്പൊ അവർക്കൊക്കെ എന്താവും, ഇതൊരു സഹായമാവും എന്ന് വിചാരിക്കുന്നു. ഏതായാലും അദ്ദേഹത്തിന് നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. നമ്മളും ഒക്കെ എന്താകാനുള്ളതാണ്, ഈ രൂപത്തില് ആകാനുള്ള ആളുകളാണ് എന്ന് നോക്കുന്നു. അപ്പോ നാലാമത് നിർമ്മാണ സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തെ ലോഡ് നമ്മൾ വരുന്നത് കാൽക്കുലേറ്റ് ചെയ്യാതെ ഏതെങ്കിലും ഒരു ഭാഗം പൊളിച്ചു മാറ്റാം. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ കുറെ ബിൽഡിങ്ങുകൾ ഇടിഞ്ഞു പോയത് അങ്ങനെയാണ്. കേട്ടില്ലേ? അടിയിൽ വലിയ ഹോട്ടൽ തുടങ്ങി ആ ഹോട്ടലിന് മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് പല ഭാഗങ്ങളും എടുത്തു മാറ്റി രൂപത്തിലും കോലത്തിലൊക്കെ മാറ്റം വരുത്തി. അങ്ങനെ മാറ്റം വരുത്തിയ സമയത്ത് എന്ത് സംഭവിച്ചു? അതിന് ലോഡ് താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ ലോഡ് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ ബിൽഡിംഗ് ഇടിഞ്ഞു പോയി. അങ്ങനെ ഇതേപോലെ ആണ് എന്താണെന്ന് ബിൽഡിങ്ങുകൾക്കൊക്കെ പലതരത്തിലുള്ള ക്രാക്കുകൾ വിഷയങ്ങള് ഒക്കെ ഉണ്ടാകുക. പിന്നെയാണ് നമ്മൾ ഇതൊന്നും അല്ലാതൊരു സംഭവമുണ്ട്. ഇതൊന്നും ഇല്ലാതെ ക്രാക്ക് വരും. അതിന് പറയുക ഹെയർ ക്രാക്ക് എന്നാ പറയാ. ഹെയർ ക്രാക്ക് ടെക്നിക്കൽ ടൈംസിന് ഹെയർ ക്രാക്ക് എന്നാ പറയാ. ചുമരുകളിൽ കാണാം ഈ നമ്മുടെ കോൺക്രീറ്റ് ഫില്ലറൊക്കെ വെച്ചിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കണ അതിന് കാണാം ഒരു ക്രാക്ക് കൂടുതലായി കാണാം. അത് പ്രത്യേകിച്ച് വെട്ടുകല്ല് വെച്ച് ചുമര് കെട്ടുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവുക. അതേപോലെ നമ്മുടെ ചുമരിൽ കാണാം, കോൺക്രീറ്റ് ഒന്നും കെട്ട അല്ലാതെ തന്നെ സാധാരണ ഉണ്ടാക്കുന്ന വീടിന്റെ ചുമരുകളിൽ കാണാം ഇത്തരത്തിൽ ഒരു ക്രാക്ക്. അതിന് പറയുന്ന പേരാണ് ഹെയർ ക്രാക്ക്. അപ്പൊ ഈ ക്രാക്കുകൾ ഉണ്ടാകുന്നത് ഈ തരത്തില് ബിൽഡിങ്ങിന്റെ നമ്മള് പണിയെടുക്കുന്ന ഭാഗത്തിന്റെ മോശം കൊണ്ടല്ല, മറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാലാവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ നല്ല കാലങ്ങളിൽ ഒരു കാലം നല്ല കുറെ കാലം ചൂടും അതേപോലെ കുറെ കാലം തണുപ്പുമാണ്. അല്ലെങ്കിൽ പകല് മുഴുവൻ നല്ല ചൂടും രാത്രിയാകുമ്പോൾ തണുക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ പകല് മുഴുവൻ ചൂടാവുമ്പോ ഒന്നുകിൽ ഈ വസ്തു വികസിക്കും അല്ലെങ്കിൽ ചുരുങ്ങും. കമ്പിയൊക്കെ എന്ത് ചെയ്യാ? വികസിക്കുകയാണ് ചെയ്യുക. മറിച്ച് വെട്ടുകല്ലൊക്കെ ചുരുങ്ങാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ രണ്ട് മെറ്റീരിയൽസ് ഇങ്ങനെ സംഭവിക്കും, ഒന്ന് ചുരുങ്ങുകയും ഒന്ന് വികസിക്കുകയും. ഈ തരത്തിലുള്ള ആ ഒരു വ്യതിയാനം വരുമ്പോ അപ്പൊ കുറച്ചു കാലം ചുരുങ്ങിയും വികസിക്കും, ചുരുങ്ങും. അങ്ങനെ ഇത്തരത്തിൽ നിന്ന് കഴിയുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ തീരുന്നില്ല, ഈ ബിൽഡിങ്ങിന്റെ വലിപ്പത്തിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഉദ്ദേശിച്ച മെറ്റീരിയൽസിന് കഴിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താവും? ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ക്രാക്ക് ഉണ്ടാവും. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏകദേശം ഒരു 30 മീറ്റർ കൂടുമ്പോ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വരെ ഗ്യാപ്പ് ഇടും. കാരണം ഈ ബിൽഡിങ്ങിന്റെ എക്സ്പാൻഷൻ ഒഴിവാക്കാനാണ്. 8 മീറ്റർ വീതി അല്ലെങ്കിൽ 6 മീറ്റർ ഒക്കെ വീതിയുള്ള നീളം ഇങ്ങനെ 30 മീറ്റർ മേലെയാന്ന് വെച്ചോ, 40 മീറ്റർ 50 മീറ്റർ ഒക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് എന്ത് ചെയ്യും? അതിന് ഒരു 30 മീറ്റർ കഴിയുമ്പോൾ ഒരു ഇന്റർവെൽ കൊടുത്തിട്ട് അവിടെ അടി മുതൽ മേലെ വരെ എത്ര ഹൈറ്റിലെ ബിൽഡിംഗ് ആണെങ്കിലും ആ അത്രയും ഹൈറ്റ് ബിൽഡിങ്ങിന് വരെ എന്ത് ചെയ്യും? ഒരു ക്രാക്ക് കൊടുക്കും. അപ്പൊ ഒരു വിടവ്. അതൊക്കെ ഗൾഫിലെ ബിൽഡിങ്ങുകളും ഉണ്ട്.
പക്ഷെ അതെന്താകുന്നില്ല, അതവിടെ നമ്മൾ പുട്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം വെച്ചിട്ട് അടയ്ക്കുകയാണ് ചെയ്യുക. ബോർഡൊക്കെ വെച്ച് അടച്ച, അല്ലെങ്കിൽ കാശ് സിലിക്കേറ്റ് ബോർഡോ അല്ലെങ്കിൽ ജിപ്സം ബോർഡോ അങ്ങനെ അത്തരത്തിൽ ബോർഡൊക്കെ വെച്ച് പുട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് കോൺക്രീറ്റിലുള്ള ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. കോൺക്രീറ്റായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് എന്തുണ്ടാവുക, ഈ ഇത്തരം ക്രാക്ക് ഉണ്ടാവുക. അല്ലാതെ എന്താ അതിന് ജോയിന്റൊക്കെ അപ്പുറത്തും പുറത്തൊക്കെ ഉള്ളത് കൊണ്ട് അതിന്, അതായത് ഇത്തരം മെറ്റീരിയൽസിൽ കൂടുതലായിട്ട് ആക്ട് ചെയ്യാത്തതുകൊണ്ടും ചൂടിന് ആക്ട് ചെയ്യാത്തതുകൊണ്ടും സംഭവിക്കില്ല, ഈ ഇത്തരം വിള്ളലുകൾ ആ ഭാഗങ്ങൾ കാണാതെ പോവുകയാണ് ഉണ്ടാവുക. അപ്പൊ ഏതായാലും അതേപോലെ അഞ്ചാമത്തെ പോയിന്റ്, ഈ ക്രാക്ക് ഉണ്ടാവുന്നത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൺക്രീറ്റ് ഫില്ലർ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ആ ഫില്ലറിന്റെ സൈഡിൽ അതിന് നമ്മൾക്ക് ക്രാക്കിന് ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായ ഒരു പരിപാടി, ആ ക്രാക്ക് ഉള്ള ഭാഗത്ത് കാണാതിരിക്കാൻ മാത്രമേ ചെയ്യാൻ കഴിയൂ. കാരണം അതിവിടെ തീരെ മാറ്റാൻ കഴിയില്ല. തീരെ മാറ്റണം എന്നുണ്ടെങ്കിൽ, തീരെ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സാധാരണ വീട് നിർമ്മാണക്കാരനാണെങ്കിൽ കുറച്ചു കാലം പടമൊക്കെ ചെയ്ത് വാർപ്പൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇടുക, അന്നതിന് ശേഷം തേക്കുക ഒരു കുറച്ചു കാലം, ഒരു 4-5 മാസക്കാലം. അതേപോലെ വേറൊരു കൂട്ടരാണ്, നേരത്തെ പറയാൻ വിട്ടുപോയൊരു പോയിന്റാണ്, വേറൊരു ആളുകളാണ് വേറൊരു കൂട്ടരാണ് എന്താണ്, വീടുണ്ടാക്കിയാൽ അവർക്ക് ഒരു നില വാർത്താൽ അതിന്റെ വാർപ്പ് കുത്തുപൊളിക്കുന്നതിന് മുമ്പ് തന്നെ മേലേക്ക് ഉണ്ടാക്കണം. അത് അവരുടെ മനസ്സിലെ തിരക്കുകൊണ്ടാണ്. പക്ഷെ ആ ഒരു തിരക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തുണ്ടാവാൻ പാടുള്ളൂ, ഇതിന് മുകളിൽ അടുത്ത ലോഡ് കയറ്റാൻ പാടുള്ളൂ. 30 ദിവസം കുറഞ്ഞത് കഴിഞ്ഞ ശേഷം ലോഡൊക്കെ മാറ്റാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അങ്ങനെ വല്ലാതെ വരുമ്പോ ആ ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത്തിനെ കാര്യമായി ബാധിക്കുകയും ഈ കമ്പിക്ക് ഇരോഗേഷൻ ഉണ്ടാവുകയും, കമ്പി ഇങ്ങനെ വേറെ ഇങ്ങനെ വളഞ്ഞു പോകും. എന്നിപ്പോ ഞാൻ കുറച്ചുകൂടി എന്താണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ഇന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കുറെ വാക്കുകൾ ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്താ അറിയില്ല, എന്നങ്ങനെ വരുന്നുണ്ട്. സാധാരണ ഞാനതൊക്കെ അങ്ങനെ പരമാവധി ഒഴിവാക്കി പോകും, എന്താണെന്ന് അറിയില്ല. ഏതായാലും അത് ഇതാണെങ്കിൽ പറയണം കേട്ടോ, മാറ്റം വരുത്തണമെങ്കിൽ പറയണം അങ്ങനെ ഏതായാലും. അപ്പൊ അത് അങ്ങനെ ആ ആറ് എന്താവും ബെൻഡാവും. അപ്പൊ ഈ ബെൻഡാവും നമ്മൾ അപ്പം അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം സ്ലാബ് ബെൻഡായ കഥ നമ്മൾ അപ്പം അറിയില്ല. പിന്നീട് തേക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല മോഡിഫിക്കേഷൻ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ വിഷയങ്ങളൊക്കെ അവിടെ അറിയാം. ഇനി തേപ്പാരും എന്താക്കൂല, പറയൂല. കാരണം താഴെ നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയില്ല. സ്ലാബ് തൂങ്ങിപ്പോയത് ഒരിക്കലും നിലത്ത് നോക്കിയാൽ ഒരു സാധാരണക്കാരന് അറിയാൻ കഴിയില്ല. അല്ലെങ്കിൽ അത്രയും വിദഗ്ധമായ വ്യക്തിക്ക് അറിയണമെന്ന് മാത്രം നോക്കിയാലേ അറിയുള്ളൂ സ്ലാബ് തൂങ്ങിയിട്ടുണ്ടോ ഇല്ലയോ ഉണ്ട്. കാരണം അതിന്റെ 4 ഭാഗവും വാട്ടർ ലെവലാവുകയും സെൻട്രൽ ഭാഗം കുറച്ച് തൂങ്ങി, ഒരു 1 ഇഞ്ചോ 1 ഇഞ്ചോ 2 ഇഞ്ചോ തൂങ്ങി അറിയാനല്ല, മനസ്സിലാക്കാൻ കഴിയില്ല. സാധാരണക്കാരന് മനസ്സിലാക്കാൻ തന്നെ കഴിയില്ല. എത്രയ്ക്ക് നല്ല വിദഗ്ധമായ ഒരു വർക്കർ നോക്കിയത് മാത്രമേ നമുക്ക് മനസ്സിലാവും ഇത് സ്ലാബ് തൂങ്ങിയിട്ടുണ്ടല്ലോ എന്നുള്ള വിഷയം മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ അറിയാതിരിക്കുകയും അപ്പോൾ അത് തേപ്പ് ചെയ്യുന്ന എന്ത് ചെയ്യും, ഇവർ 4 ഭാഗവും കറക്റ്റ് അടിയിട്ടിട്ട് അത് തേച്ചിങ് വരും. തേച്ചു അതിന് സെൻട്രൽ ഭാഗത്ത് മുഴപ്പിച്ച തങ്ങി നിൽക്കുമ്പോൾ തന്നെ അങ്ങ് നിർത്തും. അങ്ങനെ നിർത്തിയിട്ടില്ല എന്താവും, തേക്കണോന് 4 ഭാഗത്തും കൂടുതൽ കട്ടി കൂട്ടി കയറ്റി അങ്ങനെ തേച്ച് വൃത്തിയാക്കിക്കൊണ്ട് ഒരുപാട് പണി വരും. അപ്പൊ വിചാരിക്കും ഈ പണിക്കാരൻ ഒന്നെങ്കിൽ മോശം വിചാരിക്കും, അല്ലെങ്കിൽ കാർ കൊടുത്താണ് നഷ്ടം വരും സംഭവിക്കാൻ ചെയ്യും. അത് രണ്ടും ഒഴിവാക്കാനാണ് എന്ത് ചെയ്യുക, ആ വളവ് വളഞ്ഞ പോലെ തന്നെ നിൽക്കും. മുകളില് കോൺക്രീറ്റ് ചെയ്യണ അല്ലെങ്കിൽ ഫ്ലോർ ഇടുന്ന സമയത്തായിരിക്കും പിന്നീട് ഇത് ശ്രദ്ധയപ്പെടുക. അപ്പൊ അന്ന് ഇത് തൂങ്ങിയ ഒന്നും അവർ അപ്പോഴും പറയൂല. അത് ചെറിയൊരു ലെവൽ വ്യത്യാസം ഉണ്ടെന്ന് പറയും. കാരണം ഇത് കരാറുകാർ ചിലപ്പോൾ ഇവർക്ക് പരിചയമുള്ള ആളാവും. അപ്പൊ ഈ വേണ്ട, ഇനി നമ്മളെ വർത്താനം കൊണ്ട് കരാറുകാരന് പാര വേണ്ട എന്നുള്ള നിലക്ക് ഒഴിവാക്കി പോകുന്ന ആളുകളും മിണ്ടാതെയും പോകും. അപ്പൊ ഇത്തരത്തിലാണ് ഇത്തരം നമ്മളെ വർക്കുകൾക്കൊക്കെ നമ്മൾ തിരക്ക് കൊണ്ട് സംഭവിക്കുക. അപ്പൊ അവിടെയും ഉണ്ടാവാൻ ക്രാക്ക്. പിന്നെ വരുന്നൊരു ക്രാക്കാണ് അടുത്ത ആ നേരത്തെ പറഞ്ഞ ക്രാക്ക്. വയറിങ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ മുമ്പത്ത് ആ വയറിങ്ങിലേക്ക് ആവശ്യമായ പോയിന്റ് വയറിക്ക് വെക്കും. അപ്പൊ ഈ ഇട്ട് വെക്കുന്ന പൈപ്പുകള്, ആ പൈപ്പിനുള്ളിൽ കൂടെയാണ് എന്ത് ചെയ്യുക, പിന്നീട് വയറിങ് വലിക്കുന്ന സമയത്ത് വയർ നമ്മൾ കൊണ്ടുപോകുക. അപ്പൊ ഈ വയർ കൊണ്ടുപോകുമ്പോൾ പൈപ്പും കൊണ്ടുപോയിട്ടുണ്ടാവും. ഈ പൈപ്പിന്റെ ചുവട്ടിൽ കവറിങ് തീരെ ഉണ്ടാവില്ല, കോൺക്രീറ്റിന്റെ കവറിങ് തീരെ ഉണ്ടാവില്ല. ഈ പൈപ്പിന്റെ ഉൾഭാഗം ഓട്ടയായിരിക്കും. അപ്പൊ അവിടേക്ക് എന്താവും, നമ്മുടെ ചൂട് പിടിച്ച വായു അവിടെ കയറി നിൽക്കും. അപ്പൊ ഈ പൈപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വികസിക്കും. തേപ്പിന് കട്ടി കുറച്ചുണ്ടാവുള്ളൂ അവിടെ. അപ്പൊ ഈ വികസിച്ചിട്ട് അവിടെ വരികയാണ് എന്താ ആ വികാസവും ചുരുങ്ങലും. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. അത് നമ്മുടെ പ്രിയ സുഹൃത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് മറുപടി കൊടുക്കാം ഇൻഷാ അല്ലാഹ്. നമ്മളിപ്പോ ഒറ്റയടിക്ക് മറുപടി കൊടുക്കുന്നത് ശരിയല്ല. ഏതായാലും അദ്ദേഹത്തിനോട് റീസാൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ മയക്കൂടും. അപ്പൊ ആ സുഹൃത്തിനോട് നമ്മൾ
റൈസ് ഹാൻഡ് ചെയ്ത് നമ്മൾ മൈക്കോടും. അപ്പോൾ നമുക്ക് അതിന്റെ മറുപടിയും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടുമെന്ന് നടത്തുന്നു. അപ്പൊ എന്റെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾക്ക് റൈസ് ഹാൻഡ് ചെയ്യാം. റൈസ് ഹാൻഡ് ചെയ്താല് അതിന്റെ എല്ലാവർക്കും സംശയമുള്ള നമ്മുടെ ഈ പറഞ്ഞ ഭാഗത്ത്, ഇനി അതല്ലാതെ ബിൽഡിങ്ങുമായിട്ട് സംബന്ധിച്ച് വീട് നിർമ്മാണവുമായി സംബന്ധിച്ച് സംശയമുള്ള ആളുകൾക്കൊക്കെ റൈസ് ഹാൻഡ് ചെയ്താൽ നമ്മൾ മൈക്കോടും ഇൻഷാ അല്ലാഹ് നമുക്ക് സംശയ നിവാരണം എന്നുള്ള സംഭവത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റും കൂടി അവസാനിപ്പിച്ചിട്ട് മൈക്കോടാം. ഈ വയറിങ്ങിന്റെ സ്ഥലത്ത് അവിടെ എന്താവും, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വിള്ളൽ വരും. അപ്പൊ അതെന്തില്ല, അത് സ്ലാബിന്റെ വിള്ളലല്ല. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഡ് കയറ്റി വെച്ചിട്ടാന്ന് വിചാരിച്ച് പേടിക്കാനും പാടില്ല. അപ്പൊ അതല്ലാതെ അത് സ്ലാബിന് തന്നെ സ്വാഭാവികമായിട്ടും വരുന്ന വിള്ളലാണ്. അപ്പൊ ഇതിനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ കമ്പിയുടെ അടിയിൽ കൂടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ പൈപ്പ് ഇടുക, വയറിങ്ങിന്റെ പൈപ്പ് ഇടുക. ആ കമ്പിന്റെ ഏറ്റവും അടിയിൽ കൂടി ഇടുന്നതിന് പകരം മറിച്ച് കമ്പിന്റെ മുകളിൽ കൂടി ഇടുക. അപ്പൊ മുകളത്തെ റൂഫിൽ കത്തി പോകുന്നില്ല. മുകളിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ കമ്പിന്റെ, അതായത് കമ്പി നമ്മൾ കെട്ടുന്നത് 2 ലെയർ ആയിട്ടാണ്. താഴത്തെ 1 ലെയറും 1 മേലത്തെ ലെയറും. അതിന് സെന്റർ ഭാഗത്ത് എന്താവും, ഒരു ലെയറും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഈ സെന്റർ ഭാഗത്ത് വരുന്ന ലെയറിന്റെ മേലെ കൂടെ കമ്പി ഇടുക. അങ്ങനെ കമ്പി ഇട്ടാൽ എന്താവില്ല, അവിടെ ആ വിള്ളലുകളൊന്നും ഉണ്ടാവില്ല, നല്ല വൃത്തിയായിരിക്കും. അതൊരു 3-4-5 വർഷത്തിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടാവുക. എന്താ നമ്മുടെ ആ പ്രിയ സുഹൃത്ത് വീണ്ടും PM അയക്കുന്ന സുഹൃത്തിനോട് അവർക്ക് എന്താക്കാം, റൈസ് ഹാൻഡ് ചെയ്താൽ മൈക്ക് ഞാൻ വിട്ടുതരാം. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താ അറിയോ, ഇതിന് ഞാൻ നിങ്ങൾ ഈ ടെക്സ്റ്റ് അടിച്ച് മലയാളത്തിലൊക്കെ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ഒക്കെ പകുതി ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലൊക്കെ പറയും നമ്മുടെ നാട്ടിലൊക്കെ, മലയാളം ഇംഗ്ലീഷും കൂടെ മിക്സ് ആക്കി ആ സംഭവത്തിൽ അടിച്ച് ചെയ്യുമ്പോൾ ഞാനിത് വായിച്ചു വരുമ്പോൾ എന്താവും, ഒന്ന് നേരം പോകുന്നു മാത്രമല്ല അത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക്, റേഡിയോ ശ്രോതാക്കൾക്കൊന്നും അവർക്കൊന്നും അത് മനസ്സിലാകില്ല എന്താ സംഭവം എന്നുള്ളത്. അപ്പോ മാത്രമല്ല നിങ്ങളുടെ സൗണ്ടില്, നിങ്ങളുടെ ആ സുഖമുള്ള സൗണ്ടിൽ ആളുകൾ കേൾക്കുമ്പോൾ ആളുകൾക്കൊരു സന്തോഷമാണ് അത് കേൾക്കാൻ. അപ്പൊ നിങ്ങൾ മൈക്കെടുത്തിട്ട് നിങ്ങൾ ചോദിക്കണം എന്ന് നടത്തുന്ന PM അയക്കുന്ന വ്യക്തിയോട്. അപ്പോ ഇനിയില്ല എങ്കിൽ ഇംഗ്ലീഷ് അത് തന്നെ. അപ്പോ ഇല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളൊക്കെ, സുഹൃത്തുക്കളല്ല, നമ്മുടെ അഡ്മിന്മാരൊക്കെ താഴത്തുണ്ട്. അവർക്കൊക്കെ PM ചെയ്താൽ എന്തായും, അവര് നിങ്ങൾ ഒന്നുകൂടെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടോ എന്ന് തിരിച്ച് അടിക്കാനും പറ്റും. കാരണം ഞാനിപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് വ്യക്തമാകാൻ വേണ്ടി അങ്ങോട്ട് ചോദ്യം ചോദിക്കണമെങ്കിൽ എനിക്ക് അത് അടിച്ച് ടൈപ്പ് ചെയ്യണ്ടേ. അപ്പൊ ടൈപ്പ് ചെയ്യാനൊക്കെ സാങ്കേതികമായിട്ട് വിഷമമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റൈസ് ഹാൻഡ് ചെയ്യുക. അപ്പൊ എന്തൊക്കെയാ, അല്ലെങ്കിൽ വേറെ ആൾക്ക് PM ചെയ്ത് കൊടുക്കുക, അവര് റൈസ് ഹാൻഡ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ VMS അക്ബർ അദ്ദേഹത്തിന് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം ക്ലിയർ ആണല്ലേ സാറേ? എന്റെ ഒരു ചോദ്യം, എന്റെ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മെയിൻ വർക്ക് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇട്ടേക്കാണ്, ഏകദേശം 20 ദിവസത്തോളായി. അപ്പൊ അത് മുകളിലേക്ക് നിങ്ങൾ 2 റൂം എടുക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോ ഇപ്പോ തട്ട് ഇതുവരെ പൊളിച്ചിട്ടില്ല. അപ്പൊ ഞാനിപ്പോ കയറി വന്നിട്ടുള്ളൂ. സാർ എന്താ ക്ലാസ് എടുക്കുമെന്ന് അറിയില്ല, അവിടെ പണിക്കാരുള്ളതുകൊണ്ട് എനിക്ക് ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പോ ഞാൻ ചോദിച്ച ചോദ്യം ചിലപ്പോ സാറ് പറഞ്ഞിട്ടുള്ളതായിരിക്കാം, അതുകൊണ്ട് വിഷമം വിചാരിക്കരുത് എന്ന് ആദ്യം തന്നെ പറയാണ്. അപ്പോ അത് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഒരു ഇപ്പാന്റെ അനിയൻ വീട് വെച്ചത്, അത് വീടൊക്കെ വെച്ചതിന് ശേഷം വീടൊന്ന് ശരിക്കൊന്ന് വിള്ളലായിപ്പോയി. അതൊരു 2-3 മാസം കഴിഞ്ഞപ്പോ ശരിക്കും എന്തായാലും വിള്ളല് പോലെ വന്നു. എന്താ ചോദിച്ചപ്പോ സമയം പെട്ടെന്ന് വീട് പണി കഴിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ പെട്ടെന്ന് ഇപ്പൊ 20 ദിവസമായിട്ടുള്ളൂ. ഇനി അത് പൊളിക്കുകയാണെങ്കിൽ ചിലപ്പോ മുകളിലേക്ക് റൂം എടുക്കുന്നത് കൊണ്ട്, മുകളിലേക്ക് നമ്മൾ പണിയുന്നത് കൊണ്ട് അടിയിൽ എന്തെങ്കിലും സംഭവിക്കും. 20 ദിവസം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് അത് എടുക്കേണ്ടത് എന്നാണ് അറിയാനുള്ളത്. അപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നമ്മള് നേരത്തെ നമ്മുടെ ക്ലാസിന്റെ ഭാഗത്ത് ചർച്ച ചെയ്ത് തന്ന ആ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ സുഹൃത്ത് നമ്മൾ ചോദിച്ചത്. അപ്പോ ഏതായാലും അതിന് ഒന്നും കൂടി വിശദീകരിക്കാം എന്നൊരു തോന്നല്. അപ്പോ റൂമിന്റെ സ്പാന്, അതായത് നമ്മൾ ഈ തട്ട് പൊളിക്ക് മാറ്റുന്നത് അതിന്റെ സ്പാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്പാൻ എന്ന് പറഞ്ഞാല്
എന്താ പറയാ ആ സീലിംഗിൽ വെക്കുന്ന സാധനമല്ല, മറിച്ച് ഏറ്റവും ചുരുങ്ങിയ റൂമിന്റെ അളവാണ്. നീളം വീതിയും, അതായത് വീതി ഏറ്റവും ചുരുങ്ങിയ സ്ഥലം അതാണ് വീതി. എന്നാ നമ്മൾ കണക്കൂട്ടെ സാധാരണ അങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ ഭാഗത്തിന്റെ അളവ് അടിസ്ഥാനത്തിലാണ് ഈ തട്ട് റിമൂവ് ചെയ്യേണ്ട സമയത്തിന് നമ്മൾ കാണുക. അപ്പൊ അതിന് സാധാരണ വരുന്ന തട്ടുകൾക്ക്, അതായത് ഒരു 4 മീറ്റർ വരെ, അല്ലെങ്കിൽ 4:20 വരെ, ഏറ്റവും ചുരുങ്ങിയ 4:20 വരെ, അല്ലെങ്കിൽ 4 മീറ്റർ വരെ റൂമിന്റെ സ്പാൻ ഉള്ള റൂമാണെങ്കിൽ അതിന് ഒരു 8 ദിവസം ധാരാളം മതി, 4 മീറ്റർ വരെ. ഇനി 4 മീറ്റർ മേലേക്കാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് 3ഉം 4ഉമായിട്ട് തരംതിരിക്കാം. അതിന് നീളം എത്ര പ്രശ്നമല്ല, 8 ദിവസം മതി 4 മീറ്റർ വരെ. 4 മീറ്ററിന് മേലേക്കാണെന്നുണ്ടെങ്കിൽ അതിനെന്താകും, 4ന് വരെയൊക്കെ 5ഓ 6ഒക്കെ ആണെങ്കിൽ അതിന് 8 എന്നുള്ളത് 16 ആവും. അതേപോലെ ബീമാണെങ്കിൽ 6 മീറ്റർ വരെയുള്ള ബീം ഒരു 16 ദിവസവും, അതേപോലെ 9 മീറ്ററുള്ള ബീമാണെങ്കിൽ 28 ദിവസവും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിന്റെ എന്ത് മാറ്റാൻ പറ്റുള്ളൂ, കുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അതേപോലെ മേലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത്, രണ്ടാം നില മേലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് മിനിമം ഒരു 30 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിന്റെ മുകളിലേക്ക് കുത്ത് പൊളിച്ച് ഒരു 30 ദിവസം ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്താവുള്ളൂ അതിന്റെ മുകളിലേക്ക് എടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ ക്രാക്കുകളൊക്കെ ഉണ്ടായത് മിക്കവാറും കോൺക്രീറ്റിലുണ്ടായ മിസ്റ്റേക്കുകളാവാം. ഈ കോൺക്രീറ്റിലുണ്ടാവുന്ന മിസ്റ്റേക്കുകൾ ആവാം ഇതിന്റെ ഒരു കാക്കിട്ട് കാരണം. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാര്യവും, ഇത് രണ്ടും ഇതിൽ പ്രധാന ഘടകങ്ങളാണ്. അതേപോലെ പെട്ടെന്ന് തന്നെ തേക്കുക. നമ്മളിപ്പോ ഒരു പടവും വാർപ്പോ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ടക്ക് ചെയ്തൊരു 3 മാസം കൊണ്ട് തേച്ചൊക്കെ ഒരു വീടുണ്ടാക്കാൻ കഴിയും. സിമ്പിൾ ആയിട്ട് കഴിയും. ഒരു നില വീടൊക്കെ ആണെങ്കിൽ ഒരു 1000-1200 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വീടുകൾ ഒരു 3-3.5 മാസം കൊണ്ട് അതിന്റെ പടവും വാർപ്പും തേപ്പൊക്കെ കഴിച്ചിട്ട് ആ വീട്ടിൽ ആൾക്ക് താമസിക്കാം, ആ കണ്ടീഷനിൽ എത്തിക്കാം. അതിനൊക്കെ പറ്റും ഇൻഷാ അല്ലാഹ്. ആ പറ്റുന്ന സംഭവമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ചുമരിന്റെ മുകളിൽ ക്രാക്കുകളൊക്കെ ഉണ്ടാവും. അത് നേരത്തെ പറഞ്ഞ ശൃംഗേജ് എന്നുള്ള സംഭവത്തിന്റെ കാരണമാണെന്ന് ഞാൻ സുഹൃത്തിനെ ഉണർത്തുന്നു. അപ്പോ ഞാൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമീർ നമ്മുടെ കേരള യാത്രയ്ക്ക് അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. ഏതായാലും ഞാൻ SNK തങ്ങളാണ്. ഓക്കെ, ഞാൻ ഒന്ന് ചോദിക്കാനുള്ളത്, ഞങ്ങളുടെ വീട് വെച്ചപ്പോൾ ഒരു 10-20 വർഷം ഒരു സാധനമൊക്കെ വിളിച്ചു കൊണ്ടുവന്നൊരു കുറ്റിയടിച്ചൊക്കെ വെച്ച ഒരു വീടാണ്. പക്ഷെ അതിൻ്റെ എൻജിനീയറിങ് ഘടകമൊന്നും നോക്കിയിട്ടല്ല, ഒരു ആശാരി അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് ചെയ്തതാണ്. അപ്പോൾ പ്രധാനമായിട്ട് അതിന് പറയാനുള്ളത്, റോഡിന്റെ ലെവലിന് താഴെ ഉള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് താഴ്ഭാഗം നികത്തി അല്ലെങ്കിൽ നിരപ്പാക്കിയിട്ട് അവിടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി കെട്ടിയിട്ട് 2 നിലയുള്ള വീട്, റോഡിന്റെ സമത്തിന് ഒരു നില താഴെ വീടും റോഡിന്റെ മുകളിൽ ലെവലിന്റെ മുകളിൽ കടയും വരുന്ന രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് അന്ന് വെച്ചത്. അപ്പോൾ ഇനി അതിന്റെ മുകളിൽ വീണ്ടും കെട്ടുന്നതിന് എന്തൊക്കെ സംവിധാനങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? കൂടുതൽ വീതി ഉള്ള സ്ഥലമല്ല, റോഡ് സൈഡ് ആയതുകൊണ്ട് വീതി കുറഞ്ഞ ഉള്ളിലേക്ക് സ്ഥലമുണ്ട്. അപ്പോൾ നേരത്തെ കെട്ടിയിരുന്ന ഫൗണ്ടേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആകാൻ വേണ്ടിയോ അതല്ലെങ്കിൽ മേളിലേക്ക് ഇനി വരുന്ന ബിൽഡിങ് അതിൽ കൂടുതൽ വെയിറ്റ് പ്രശ്നമാകാത്ത രീതിയിൽ അതിന് നമുക്ക് മുകളിലോട്ട് എന്ത് സംവിധാനം ഉപയോഗിച്ച് ഒരു നില കൂടെ കെട്ടോ 1-2 നില കൂടെ കെട്ടാൻ പറ്റും എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോ ഏതായാലും തങ്ങൾ പാപ്പ ഞങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. അതാണ് നമുക്ക് ആദ്യമേ തങ്ങൾ പാപ്പാണ് ഉണർത്താനുള്ളത്. അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളൊക്കെ അത് നമ്മൾക്ക് അതിന്റെ സ്ട്രെങ്ത് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാതെ ഒരു നിർദ്ദേശം കൊടുക്കുക എന്നുള്ളത് ശരിയല്ല. എന്നിരുന്നാൽ തന്നെയും നമ്മൾ തങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ചെറിയൊരു ആൻസർ മാത്രം. ഇത്തരം ഫൗണ്ടേഷന് ബലം കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്കതിനെ ഫൗണ്ടേഷൻ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാം. അതിന് പറയാ അണ്ടർ പെയിനിങ് എന്നാണ് പറയുക.
അണ്ടർപൈനിങ് ചെയ്തിട്ട് അതിന് സ്ട്രെങ്ത് പഠിപ്പിക്കാം 1 രൂപത്തിൽ. പിന്നെ എവിടെയെങ്കിൽ അഡീഷണൽ ഫില്ലർ കൊടുത്തിട്ട് ആ ഫില്ലറിന്റെ മുകളിൽ നമുക്ക് ലോഡ് കൊടുക്കാം. അതൊക്കെ അതൊക്കെ ലോഡ്. അപ്പോൾ അതിന് എത്ര സ്ട്രെങ്ത് ഈ ഫൗണ്ടേഷൻ ഉണ്ട്, ഇനി അല്ലെങ്കിൽ അടുത്ത ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് രൂപത്തിൽ കൊടുക്കണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ സോയിൽ ടെസ്റ്റ് നടത്തിയിട്ട്, നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് അങ്ങനെ ചരലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് എന്നാ പറഞ്ഞത്. അപ്പൊ സ്ട്രെങ്തൻ ചെയ്തുണ്ടാക്കിയാണ് സ്ട്രെങ്ത്തിന്റെ മുകളിൽ നമ്മൾ ചെയ്യണത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ സോയിൽ ടെസ്റ്റ് വേണ്ടത്. സോയിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് സാധാരണ നമ്മുടെ നിങ്ങളുടെ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളെ അതുപോലെ വലിയ ബിൽഡിങ്ങുകൾ വേണ്ട ചതുപ്പ് നിലങ്ങളിൽ ഉണ്ടാക്കുന്ന വീടുകളൊക്കെ തന്നെ സാധാരണ 2 നിലകളുള്ള വീട് ഒഴിച്ച് ബാക്കി ഉണ്ടാക്കുന്ന ഒരു 4 നിലകളിലൊക്കെ ബിൽഡിങ്ങുകളൊക്കെ എന്താണ് ആദ്യം കൊണ്ട് സോയിൽ ടെസ്റ്റ് നടത്തും. നടത്തിയതിനു ശേഷമാണ് ചെയ്യുക. അപ്പൊ അതിന് ശരിക്ക് ഇത് 2 ആവശ്യമാണ്. ഒന്ന് നമ്മൾ കാണുകയും വേണം, സോയിൽ ടെസ്റ്റ് നടത്തിയിട്ട് അതിന്റെ റിസൾട്ടും വേണം. ആ റിസൾട്ട് വെച്ചിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇതിൽ എത്ര ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് തീരുമാനിക്കാം. അപ്പൊ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത്ര ലോഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത്ര രൂപത്തിലുള്ള ഫൗണ്ടേഷൻ വേണം എന്ന് തീരുമാനിക്കാം. അപ്പൊ അങ്ങനെ ആ ഫൗണ്ടേഷനിൽ ഇനി അഡീഷണൽ ലോഡ് ഇനി ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത് അതിന്റെ പോലെ തന്നെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഇതിന് ശേഷമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നല്ലൊരു എന്ത് ചെയ്യുക, നല്ലൊരു എഞ്ചിനീയറെ സമീപിച്ചിട്ട് എനിക്ക് ഇത്തരത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹത്തോട് പറയുക. അപ്പൊ അവര് അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ് എന്ന്. ഓരോരുത്തരും നല്ല കാര്യം പറഞ്ഞേക്കുമ്പോഴാണ് ഓരോരോ ആളുകൾ പലതും പറഞ്ഞു ഇങ്ങനെ വരികയാണ് അല്ലേ. നല്ല നല്ല ക്ലാസ് എടുക്കുമ്പോഴാണ് ഇതും പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ചങ്ങായിമാരെ, നിങ്ങൾക്ക് വേറൊരു പണിയല്ലേ, നിങ്ങളിതിപ്പോ എത്ര പറഞ്ഞാലും എന്താവൂല. ഞങ്ങളെ കൽപ്പന ഇതൊന്നും മാറ്റാൻ നിങ്ങൾക്ക് കഴിയൂല. നിങ്ങൾ ചില ആൾക്കാര് ആ മറ്റേ പള്ളിയിലും മുജാഹിദാരൊപ്പവും മറ്റേ വേറെ തൊരീക്കത്തൊക്കെ ഉണ്ടാക്കി പോണൊക്കെ നമ്മൾ കാണുന്നുണ്ട്, വലിയ വലിയ നേതാക്കന്മാര്. ഇതൊന്നും പറയണ്ട, ഏതായാലും പറഞ്ഞു പോയതാണ് എന്ന് നടത്തുന്നു. മയക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷമീർ മാമ, ഞാന് ക്ലാസ്സൊന്നും കേട്ടിട്ടില്ല, പക്ഷെ ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. എന്നാലും ചോദ്യം ചോദിക്കാണ്ട്. ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടില്ലോ. ഇനി ഇതിന് മറുപടി നിങ്ങൾ പറഞ്ഞോന്നൊന്നും അറിയില്ല കേട്ടോ, ഏതായാലും ചോദിച്ചു നോക്കാണ്. പിന്നെ ചോദ്യോ വീടിനെ സംബന്ധിച്ചല്ല, വീടുമായിട്ടുള്ള ഇപ്പോ കുറഞ്ഞ സ്ഥലത്താണല്ലോ ആൾക്കാർ വീടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോ ഈ കിണറും അതുപോലെ തന്നെ കക്കൂസിന്റെ ടാങ്കുമായിട്ട് വളരെ അടുത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിപ്പോ എന്താ നമ്മൾ ചെയ്യുക? സ്വന്തമായിട്ട് നമ്മള് വാർപ്പ് ആക്കി ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിനുള്ള സെപ്റ്റിക് ടാങ്കുകൾ ഏതാണ് ഉപയോഗിക്കാൻ പറ്റുക, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാലോ. ഈ കിണറുകളിലൊക്കെ ഈ മലം കലരുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ, എന്താണ് അതിന് മുൻകരുതൽ എടുക്കേണ്ടത്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചു തന്നാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. അപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഉന്നയിച്ച ആ ചോദ്യത്തിന് നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ അതിനൊരു ക്ലാസ്, ഫുൾ ക്ലാസ് തന്നെ നമ്മൾ എടുക്കേണ്ട രൂപത്തിലേക്കുള്ള ഒരു വിശാലമായ ചോദ്യമാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഭാഗം ഒന്നും പറയാതെ അദ്ദേഹത്തിന്റെ ആഗ്രഹം നല്ലതാണ്, പക്ഷെ അത് പ്രവർത്തിക്കരുത് കേട്ടാ. പ്രവർത്തിച്ചാലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത് ചെയ്യല്ല. നമ്മൾ ആഗ്രഹം മനസ്സിൽ, ചില ആഗ്രഹങ്ങൾ ഇങ്ങനെയുള്ള നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് സൂക്ഷിച്ച് നടക്കാൻ പാടുള്ളൂ, അതുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല ഒരിക്കലും. നമ്മൾ അങ്ങനെ പല ആളുകൾക്കും പല ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ചില ആളുകൾ പ്രകോപിപ്പിക്കും നമ്മളെ. അത് പ്രകോപിപ്പിക്കുന്നത് നമ്മൾ നിന്ന് മുതലാക്കാനാണ്. അപ്പൊ ഏതായാലും അത് മനസ്സിൽ മാത്രമേ നടക്കാൻ പാടുള്ളൂ, പുറത്തേക്ക് ഒരു നിരക്കം കൊണ്ടുവരാൻ പാടില്ല എന്റെ പ്രിയ സുഹൃത്ത്. ഏതായാലും നമ്മുടെ ഈ ഇത്തരം ഉണ്ടാകും അപ്പൊ ഇത്തരം വരുന്ന സംഭവത്തില് നമ്മുടെ ഹെൽത്ത് അതോറിറ്റി പറയണത് 8 മീറ്റർ വരെ അകലം വെക്കാമെന്നാണ്. അതായത് കക്കൂസും അല്ലെ ടാങ്കും ഈ നമ്മുടെ ഏതും വരെ കിണറും വരെ ഈ 8 മീറ്റർ വരെ വെക്കാൻ പറ്റുന്ന സംഭവം സേഫ്റ്റി ടാങ്ക് ആണെങ്കിലാണ്. സാധാരണ നമ്മുടെ ആ ഒരു ടാങ്ക് അല്ല,
മറിച്ച് 3 അറയുള്ള വെള്ളം ശുദ്ധീകരിച്ച് പുറത്തു വരുന്ന രീതിയിലുള്ള ആ ടാങ്ക്, അത്തരം ടാങ്കുകളുണ്ട്. അതിന് സേഫ്റ്റി ടാങ്ക് എന്നാണ് പറയുക, അതിന്റെ പറയുന്ന പേര് അങ്ങനെയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സിമെന്റിൽ ഉണ്ടാക്കുന്നുണ്ട് പല കമ്പനികളും. അവര് അത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് പോകുന്നതിനുള്ള ചാർജാണ് അവർ ഈടാക്കുക. അതേപോലെ ഫൈബർ ഉണ്ടാക്കി വിൽക്കുന്ന കമ്പനികളുണ്ട്. സെപ്റ്റിക് ടാങ്ക്, സേഫ്റ്റി അല്ല സെപ്റ്റിക് ആണ്. അപ്പൊ ചില ആളുകൾ ജിൻഡിൽ പറയല്ലേ, അത് അതുപോലെയാണ് സംഭവം. അപ്പോ ഫൈബറിൽ ഉണ്ടാക്കുന്നുണ്ട്. ഫൈബറിൽ അതുപോലെ ഞാൻ പറഞ്ഞ സിമെന്റിലും ഈ ഫൈബറിന് അവരുടെ റേറ്റ് പറയാ അവര് ഫ്ലഷ് എന്ന കണക്കിനാണ്. ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു ടോയ്ലറ്റ് ഒരു വട്ടം യൂസ് ചെയ്യുന്നതിന് ഒരു ഫ്ലഷ് എന്നാണ് പറയാ. മൂത്രമൊഴിക്കുക എന്നുള്ള നിലക്കല്ല, നമ്മള് ബാത്റൂമിൽ പോകുന്നത് ഒരു വട്ടം ആണ് എന്നുണ്ടെങ്കിൽ അതിനൊരു ഫ്ലഷ്. മൂത്രമൊഴിക്കുന്ന കഴിച്ചപ്പെടില്ല, അതിന് എത്ര വട്ടം പോയാലും അവർ ആ കണക്കിലും പെടില്ല. കാരണം എന്ന് വെച്ചാൽ മൂത്രമൊഴിച്ചപ്പോൾ വെള്ളമാണ്, ആ വെള്ളം എന്ത് ചെയ്യും, ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതേപോലെ വെള്ളം അത്രയും ക്വാണ്ടിറ്റി അത് നേരെ പുറത്തു വരും. കാരണം ഈ ടാങ്കിൽ ഫുള്ള് ആദ്യം വെള്ളം നിറക്കും, അതിനുശേഷമാണ് ഇത് ഉപയോഗം തുടങ്ങുന്നത് തന്നെ. അപ്പൊ നമ്മൾ മൂത്രമൊഴിച്ച് വെള്ളം ഒഴിച്ചാൽ അതിന് ഫുൾ ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി വേറൊരു ടാങ്ക് ചെറിയതുണ്ടാക്കണം. നമ്മൾ ഈ വെള്ളം വന്നിട്ട് നല്ല പ്യുവർ വാട്ടർ വന്നിട്ട് നിൽക്കാനുള്ള സ്ഥലം, അതാണ് അവിടെ വേസ്റ്റ് ആയിട്ട് വരിക, പ്യുവർ വാട്ടർ. പിന്നെ ശേഷം ഈ 30 ഫ്ലഷ് ഒക്കെയുള്ള ഒരു സെപ്റ്റി ടാങ്ക് ആണെങ്കിൽ മിനിമം ഒരു സാധാരണ വീടുകൾക്കൊക്കെ ധാരാളം അത് മതി. കാരണം ഒരു 4-5 ആളുകളൊക്കെ ഉള്ള ഒരു വീട്ടിലേക്ക് ഏകദേശം 30 ഫ്ലഷ് ഒക്കെ ഉള്ള ടാങ്ക് ഉണ്ടെങ്കിൽ 30 വർഷം വരെയാണ് അവർ കമ്പനി ഗ്യാരണ്ടി പറയുന്നത്. അപ്പൊ അതിന്റെ M³ അളവുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ഇത്ര ബാത്റൂം ഉപയോഗിക്കുന്ന ഇത്ര M³ വേണം, അത്ര ആളുകൾക്കുള്ള വീടുകൾക്ക് ഇത്ര വേണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണക്കുകൾ ഉൾക്കൊണ്ടതാണ് ഇത്തരം ഒരു സംഭവം. അപ്പൊ ഏതായാലും പല കമ്പനിയും പല രൂപത്തിലാണ് ഇതിനുള്ള നിർദ്ദേശങ്ങളും നൽകുന്നത് എന്ന് നോക്കുന്നു. ഞാൻ മയക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉത്തരം ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മള് ഇപ്പൊ സാധാരണ നമ്മൾ കുയിക്കക്കു ടാങ്കാണ് ഇതാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് വല്ലാതെ നമ്മുടെ കിണറുകൾക്ക് ബാധിക്കോ? കിണർ കുറച്ചധികം ദൂരം ഉണ്ട്, എന്നാലും വല്ലാതെ ബാധിക്കോ? ഇനി ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ സെറ്റ് ടാങ്കുകൾ ഉപയോഗിക്കണോ? എന്താണ് അതിന്റെ ഒരു ഇത് എന്നൊന്ന് പറഞ്ഞു തന്നാലും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കരിങ്കലൊക്കെ വെച്ച് കെട്ടിയിട്ട് ഉപയോഗിക്കുന്ന അപ്പോ എന്താ കുട്ടികൾക്ക് മാത്രമേ ഇത് പിടിക്കുള്ളൂ, വേറെ ആർക്കും പിടിക്കൂല. നിങ്ങളൊക്കെ കരിങ്കല്ലുണ്ടാക്കിയതാ, അതൊക്കെ എല്ലാവർക്കും പിടിക്കും. അപ്പൊ ഏതായാലും ഞാൻ കമ്പ്യൂട്ടർ റിക്വയർമെന്റ്സ് ആണ് പറഞ്ഞത് നിങ്ങളോട്, അല്ലാണ്ട് ഞാൻ എന്താക്കില്ല. അത് തന്നെ അപ്പൊ അത് നമ്മൾ വാശി പിടിക്കുന്നില്ല. ചില വീട്ടിൽ 5, 8, 10, 15, 20 മക്കളൊക്കെ ഉള്ള വീടുകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ പെട്ടുപോവുള്ളൂ. അത് കട്ടുണ്ടാവും, അത് നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് അത് ക്ലാസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും, ആൾക്കാരൊക്കെ ക്ലാസ്സിൽ കൂടും. അപ്പൊ ചെയ്യുമ്പോ ചില ആളുകൾക്ക് വേഗം കട്ട് വരും, ഭയങ്കര സ്പീഡിൽ വരും. അത് നമുക്കറിയാം അങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. ഇതൊക്കെ കുറച്ച് കാലങ്ങളായില്ലേ നമ്മളൊക്കെ ഇതൊക്കെ എടുത്ത് വരുന്നത്. അത് തന്നെ എടുത്ത് നമ്മൾ കുറെ കാലങ്ങൾ ഇത് എടുത്ത് വരുന്നത്. അപ്പൊ നമുക്കറിയാം കട്ട് നല്ല സൂപ്പറായിട്ട് വരുമെന്ന്. അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് 15 മീറ്റർ വരെ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ടാങ്കുകൾ സാധാരണ നമ്മൾ കെട്ടിയുണ്ടാക്കുന്ന ഈ കരിങ്കല്ല് വെച്ചോ വെട്ടുകല്ല് വെച്ചോ അല്ലെങ്കിൽ അത്തരത്തിലും എന്തെങ്കിലും മെറ്റീരിയൽ വെച്ച് നമ്മൾ കെട്ടിയുണ്ടാക്കുന്ന ടാങ്കുകൾക്ക് എന്ത് വേണ്ട, 15 മീറ്റർ വരെ അകലത്തിൽ ആണെങ്കിൽ എന്തിണ്ട, അതെ 15 മീറ്റർ വരെ ആണെങ്കിൽ അതിന് ആരോഗ്യപരമായ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് ഗവൺമെന്റിന്റെ കണക്ക്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ചില സ്ഥലങ്ങളിൽ ഈ ഡയറക്റ്റ് ഹോൾസ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അത് വെട്ടുകല്ലൊക്കെ പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുള്ള ഏരിയകളാണെങ്കിൽ ഉണ്ടാവും ചിലപ്പോ ഈ കിണറും ബാത്റൂമും തമ്മിൽ ഡയറക്റ്റ് ഹോൾസ് വരും, നേരെ ഹോൾസ് ഉണ്ടാവും. അപ്പോ അവിടെ എന്താവില്ല, അവിടെ ഈ പറഞ്ഞ നമ്മൾ പറയപ്പെട്ട മീറ്റർ പറ്റില്ല, മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ സേഫ്റ്റി ടാങ്ക് തന്നെ അതിന് പറ്റുള്ളൂ.
അപ്പോ നമ്മളെ പ്രിയ സുഹൃത്ത് ഇത് ആ സ്ഥാനത്ത് ഒരു പാടം പോലുള്ള ഏരിയയിലാന്ന് വെച്ചോ, പാടം പോലുള്ള ആ മണ്ണിന് പ്യൂരിഫിക്കേഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഇതിന് മാറ്റം വരും, അതിന്റെ സ്മെല്ലിന് മാറ്റം വരും. അപ്പോ ഇതൊക്കെ അത് ഗവൺമെന്റ് എന്ത് പറഞ്ഞാലും ഇതിലെന്തുണ്ട്, ഇതിൽ കുറെ ഘടകങ്ങളുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഇതിൽ കുറെ ഘടകങ്ങളുണ്ട്. നമുക്ക് ആ ഘടകങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് അത് എന്തുകൊണ്ട് എങ്ങനെയൊക്കെ വരണം എന്നുള്ള ആ കുറെ വിഷയങ്ങൾ നമുക്ക് സംസാരിച്ച് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി സംസാരിച്ച പോലെ അങ്ങനെ കുറെ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ഇനിയൊരു ക്ലാസ്സിൽ, അപ്പൊ അത് കുറച്ചും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ ഒന്ന് ജസ്റ്റ് പ്രിപ്പയർ ആവണം. പ്രിപ്പയർ ആവാതെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, അത് പറഞ്ഞുതരാൻ കഴിയില്ല. കാരണം ജസ്റ്റ് ഒന്ന് നോക്കി ചിലപ്പോൾ ഞാൻ വിട്ടുപോയ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഒരു ക്ലാസ്സിൽ നമ്മൾ പറയേണ്ട അത്യാവശ്യം വന്ന കാര്യം, നേരത്തെ പറഞ്ഞ 15 മിനിറ്റ് എന്നുള്ളത് എനിക്ക് ഒറ്റയടിക്ക് പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങൾ രണ്ടാമത് മൈക്ക് എടുത്തു. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് ചെറുത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ, ഇപ്പൊ ഞാനിപ്പോ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ വന്ന ക്ലാസ്സുകളൊക്കെ അങ്ങനെ ആണ് ചെയ്തു. നമ്മളിപ്പോ ഈ രണ്ടാമത്തെ തുടങ്ങത്തിന് ശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ വേണേ പറയാം, ആ തുടങ്ങിയ ശേഷം എന്താണ്, അപ്പോൾ ഒരു ചെറിയൊരു നോട്ട് പോലെ സംഘടിപ്പിച്ച് ആ നോട്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ഓർമ്മയുള്ളതൊക്കെ പെട്ടെന്ന് എഴുതി വെക്കും. ആ എഴുതി വെച്ചതിന് ശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യണത്, 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്യാം. അപ്പൊ ഒന്ന് നോക്കുക, ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കി വെക്കുക. എന്നതിന് ശേഷമാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ ഏതായാലും അത്തരത്തിൽ നമുക്ക് വിശദീകരിച്ച് പറയാം. ഏതായാലും 15 മിനിറ്റ് വരെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ അവസ്ഥ. അപ്പൊ ഏതായാലും വേറെ ആളുകൾ 30 ദിവസം 30 എന്നുള്ളതാണ് എണ്ണാണ് ആ കമ്പനി പറഞ്ഞത്. അപ്പൊ ഓരോ കമ്പനിക്ക് ഓരോ വലുപ്പമാണ്. അപ്പൊ അതിനൊക്കെ അതിന്റെ MQ അളവുണ്ടാവും, അവർ പറയുന്ന MQ അളവുണ്ടാവും. പിന്നെ അത് 30 ഉണ്ടാവും, 60 ഉണ്ട്, 100 ഉണ്ട്. പല വലുപ്പത്തിൽ നമുക്ക് കിട്ടും കമ്പനി. ഇതിൽ ചെറുതുണ്ട്, 30 ചെറുതും 15 ഫ്ലഷ് ഒക്കെ ഉണ്ട്. അങ്ങനെ പല കമ്പനികളും പല രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെറുതില്ലാതും വലുതില്ലാതും വിചാരിക്കണ്ട, അതിലും വലുതും അതിലും ചെറുതും ഉണ്ട്. ഇനി ഇതൊന്നും പോരാ, നമുക്ക് മറ്റൊരു വലുത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺക്രീറ്റിൽ ഉണ്ടാക്കുകയും ആവാം. അപ്പൊ അതിനൊക്കെ എന്താവും, റെഡിമെയ്ഡ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. നമുക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിൽ ഈ സെഫ്റ്റി ടാങ്ക് ഉണ്ടാക്കാം. അപ്പൊ അതിന് നിങ്ങൾ വിഷമം വിചാരിക്കണ്ട. അത് വേറൊരാൾ എനിക്കൊരു PM അയച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ടായപ്പോ ജസ്റ്റ് ഞാൻ ഉണർത്തിയതാണ്. ഏതായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് പിന്നെ ഒരു PM വന്നാണ്, അതാണ് PM അടിച്ചത്. സിമെന്റിന്റെ ജനലും വാതിലും കട്ടിലും എന്നിവ എത്ര മാത്രം ഉറപ്പുണ്ടാവുന്നതാണ് ആ സുഹൃത്തിനെ അറിയേണ്ടത്. ചിലപ്പോൾ പേരുണ്ടാക്കാൻ പോണ ആളായിരിക്കും, ഒന്ന് പറഞ്ഞു കൊടുത്താലേ അല്ലേ എന്നുള്ള ഇതാണ് എടുത്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നമ്മൾ അടിയിൽ ഒരാൾ കൈ പൊന്തിച്ച് നിൽക്കുന്നുണ്ട്. മോയിൻ സൗദിയാണ്. ചിലപ്പോ എന്റെ നാട്ടുകാരനാണോ എനിക്കൊരു സംശയം. അപ്പോ ഏതായാലും സിമെന്റിന്റെ കട്ടിലയും ജനലും എത്രമാത്രം ഉറപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനേക്കാളും ഉറപ്പുള്ളൊരു വസ്തു ഉണ്ടെങ്കിലേ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വസ്തുവിനെ താരതമ്യം ചെയ്ത് പറയുമ്പോൾ അതിനേക്കാളും ഉറപ്പുള്ളൊരു ഒരു വര ഇത്ര നീട്ടുണ്ടെന്ന് വെച്ചാൽ അതിനേക്കാളും വലിയ ഘട്ടം പറയണ്ടേ, അല്ലെങ്കിൽ അതിന് മെഷറിങ് സംഭവം ഉണ്ടാവണം. അപ്പോ എന്തില്ല, നമ്മളെ നാട്ടിലുള്ള ഈ ചെറുകിട കച്ചവടക്കാര് അവർക്ക് അതിന് മെഷറിംഗ് സംവിധാനങ്ങളൊന്നുമില്ല. അതിന് ഇത്ര സ്ട്രെങ്ത് ഉണ്ട്, അതിൽ ഇത്ര കമ്പി ഉപയോഗിച്ചിട്ടുണ്ട്, അതിൽ ഇത്ര സിമെന്റ് ഇത്ര കോൺക്രീറ്റിന്റെ ആവശ്യത്തിലുണ്ട്, അതിൽ ഇത്ര രീതിയിലുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് അതിന് ഇത്ര ക്രഷിംഗ് സ്ട്രെങ്ത് ഉണ്ടാവും എന്ന് പറയാനുള്ള സംഭവങ്ങളൊന്നും അത് തന്നെ. അപ്പൊ അതിന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അവർ ആ കമ്പനി അങ്ങനെ പറഞ്ഞു തരുന്നില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ കഴിയില്ല. മറിച്ച് ഇത്തരം കട്ടില ജനലുകള് സ്ട്രെങ്ത് ഉള്ളത് തന്നെയാണ്. അതായത് നമ്മുടെ വീടിന് ആവശ്യമായ ജനല് താങ്ങി നിർത്താനുള്ള അല്ലെങ്കിൽ അതിന്റെ പൊളിയെ താങ്ങി നിർത്താനും നമുക്ക് വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും വരാനും ഉള്ള സൗകര്യത്തിൽ ഉറപ്പുള്ളത് തന്നെയാണ് ജനലുകള്. അതുപോലെ തന്നെ അതിന് ചിലപ്പോൾ പൊളി നിൽക്കാത്ത വിഷമം, വിജാഗിരി ഇളകി പോകുന്നൊരവസ്ഥ, അങ്ങനെയൊക്കെ ഈ തരം നിർമ്മാണത്തിൽ വരാറും ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ഈ കമ്മോഡിറ്റി ആ സാധനത്തെ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മളിപ്പോ നാട്ടിലിപ്പോ ചൈന മൊബൈൽ ഉണ്ട്, നമ്മൾ എന്താക്കൂല, എല്ലാവരും അത് ഉപയോഗിക്കൂല. ചില ആളുകൾ ചൈന മൊബൈല് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോ ചൈന മൊബൈല് ചീപ്പാണ്, ബെസ്റ്റാണ്. പക്ഷെ ഈ ചൈന മൊബൈൽ തന്നെ ഇന്ത്യൻ മൊബൈൽസ് ഉണ്ട്, ചീപ്പും ബെസ്റ്റും. അത് നോക്കി ആളുകൾ വാങ്ങുന്ന ആളുകളുണ്ട്. നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള ഇന്ത്യൻ മൊബൈൽ ഉണ്ട്. അതേ മൊബൈൽ വേറൊരു കമ്പനി വാങ്ങുമ്പോൾ വലിയ വില വരും. അപ്പൊ ഇത്തരം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനങ്ങൾ മാർക്കറ്റിൽ ഉള്ളതിന്
നമ്മൾ വ്യക്തമായി പഠിച്ച് അത് 2, 3, 4 ഷോപ്പുകളിൽ പോയി അവിടെ എങ്ങനെയാണ് അതിന്റെ ഇത് വിറ്റ് ചെയ്തിരിക്കുന്നത്, വിചാരി വിറ്റ് ചെയ്തത്, അവരോട് അത് ചോദിക്കുക ഇതിന്റെ ഗുണം എന്താ ദോഷം എന്ത്. അപ്പൊ അവരുണ്ടാവും, അവർ നിങ്ങൾക്ക് ഒരു ഉത്തരം പറഞ്ഞുതരും. അവരുടെ സാധനത്തിന്റെ ഗുണമാണ് എല്ലാവരും പറയുള്ളൂ. അപ്പൊ അതേപോലെ എല്ലായിടത്തും നിങ്ങൾ ഗുണം ചോദിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ അവർ പറഞ്ഞുതരും. അതിന്റെ ഡീമേഴ്സ് ചോദിക്കുമ്പോൾ അതും അവർ പറഞ്ഞുതരും. ഇത് ഞാൻ മനസ്സിലാക്കാനുള്ള എളുപ്പവഴി പറയുകയാണ്. ഷമീറല്ല ഇപ്പൊ ഞാൻ പറയുന്നത് മോഹത്താനാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഇന്ന സ്ഥലം പോയി കടയിൽ പോയി വാങ്ങിക്കോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി ചോദിച്ചോളൂ എന്ന് പറയും. അപ്പൊ അതിന് പകരം ഏത് നാട്ടിലുള്ള ആൾക്കാണെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ്